ഹായ് ഫ്രണ്ട്സ്, ജോസിയൻ ഗ്രീൻ വ്ലോഗ് സ്വാഗതം. ഇന്ന് തേനീച്ചകളുടെ ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. തേനീച്ചക്കൂടിലെ ഒരു ദിവസം പ്രായമായ നൂൽമുട്ട, അതുപോലെ തന്നെ അതിൻ്റെ സമാധി, അതുപോലെ തന്നെ വളഞ്ഞ പുഴുവൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ഈ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് തേനീച്ചക്കൂടുകളെ ശരിയായ രീതിയിൽ പിരിക്കാൻ പറ്റുകയുള്ളൂ. ശരിയായ രീതിയിൽ ഒരു ദിവസം പ്രായമായ നൂൽപ്പുഴു ഉണ്ടെങ്കിൽ ആ നൂൽപ്പുഴുവിനെയാണ് പിന്നീട് ഈ റോയൽ ജെല്ലി കൊടുത്ത് റാണിമുട്ടയാകുന്നത്. ഈ നൂൽപ്പുഴു ഉള്ള അത് ആയെങ്കിൽ നല്ല റാണിയാകും. അതിൽ ചില വ്യവസ്ഥകളുണ്ട്. അതിലെ നേഴ്സിംഗ് പീസുകളുടെ എണ്ണം കൂടിയിരിക്കണം. അതുപോലെ തന്നെ ധാരാളം റോയൽ ജെല്ലി അവർക്ക് കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം. അതിന് യങ്ങായുള്ള ചെറുപ്പക്കാരായ ഈച്ചകളുടെ എണ്ണം കൂടുതലായി ആയിരിക്കണം. കുറവാണെങ്കിൽ അതിൻ്റെ സാധ്യത കുറവാണ്. അതുപോലെ അതിൻ്റെ ടെമ്പറേച്ചർ അതിന് വിരിയാതിന് അവസ്ഥയിലായിരിക്കണം. ടെമ്പറേച്ചർ അത് റാണി വിരിയുമ്പോൾ അത് വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് വരെ അതിൻ്റെ ചൂട് അതിന് കിട്ടിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ശരിയായ ഒരു ബെറ്ററായുള്ള പെർഫോമൻസ് ഉള്ള റാണി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ വിധമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പ്രായമായ നൂൽമുട്ടയ്ക്ക് ഹ്യൂമറിക് ആസിഡ് കൊടുക്കുമ്പോഴാണ് അത് സാധാരണ വേലക്കാരിയായി മാറുന്നത്. ചിലപ്പോൾ ഈ 4 ദിവസം കഴിഞ്ഞുള്ള വേലക്കാരി ഈച്ചകൾക്കും ചിലപ്പോൾ എമർജൻസി ആയിട്ട് ഈ റോയൽ ജെല്ലി കൊടുക്കുമ്പോൾ റാണിമുട്ട ഉണ്ടാകാം. പക്ഷേ ആ റാണിയുടെ പെർഫോമൻസ് മോശമായിരിക്കും. ഒരു ദിവസം പ്രായമായുള്ള ഈ നൂൽമുട്ടയാണ് ഏറ്റവും നല്ലത്, അഭികാമ്യമായിട്ടുള്ളത്. എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യണം. അത് തേനീച്ചകൾ സെലക്ട് ചെയ്യും, പക്ഷേ കൂട് അതിന് അനുകൂലമായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കൂട് പിരിക്കുന്നതിന് മുമ്പ് തന്നെ ശരിക്കും തേൻ തന്നെ കൊടുക്കണം. തേൻ ഫീഡിങ്, തേനീച്ച റാണി വിരിഞ്ഞ ശേഷവും തേൻ ഫീഡിങ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കൂടിൻ്റെ വളർച്ചയ്ക്ക്. ഇനി കൂട് നമുക്ക് പരിശോധിച്ച് നോക്കാം. കൂടിലേക്ക് നോക്കാം. ഇതാണ് കൂട്. നമ്മൾ സാവകാശം തുറക്കുക. ഇത് കണ്ടോ, ഈച്ചകളെല്ലാം ഉണ്ട്. നമ്മൾ സാവകാശം അടകൾ നോക്കുന്നു. ഒരട എടുത്ത് നോക്കുന്നു. നമ്മൾ തുറക്കുമ്പോൾ ഈച്ചകൾ അറിയരുത്. ഇത് കണ്ടോ, ഇതാണ് നല്ലൊരു റാട്ടാണ്. എല്ലാ സ്റ്റേയും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഇത് ഈ അടഞ്ഞതാണ് സമാധി. അടഞ്ഞ മുട്ടയുള്ളത് സമാധി. ഈ ചെറിയ കിഴുത്ത ഇതുണ്ടോ, ഇവിടെ വളഞ്ഞ പുഴുവുണ്ട്. കണ്ടോ, ചെറിയ കിഴുത്ത, അത് വളഞ്ഞ പുഴുവാണ്. ഇവിടെ ഉണ്ട്. ഇതിന് മുകളിലോട്ട് പൂമ്പൊടി, അതിൻ്റെ ടോപ്പിലേക്ക് അത് തേൻ നിറച്ചിരിക്കുക അവൾ കുടിക്കാൻ വേണ്ടി. സാധാരണഗതിയിൽ റാണിമുട്ട താഴോട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയും അത് സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ റാണി പെട്ടെന്ന് ചാകുകയോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എമർജൻസി ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്കുണ്ടാകും. അങ്ങനെയുള്ള റാണികളുടെ പെർഫോമൻസ് മോശമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ചെറിയ നൂൽമുട്ടയുണ്ട്. കാണാമോ? ചെറിയ നൂൽമുട്ട, വളഞ്ഞ പുഴുവുണ്ട്, നൂൽമുട്ടയുണ്ട്. ഒരു ദിവസം പ്രായമായ മുട്ടയുണ്ട്. അത് നമ്മളെ സൂക്ഷിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള നൂൽമുട്ടയാണ് പിന്നീട് വേലക്കാരികൾ റോയൽ ജെല്ലി കൊടുത്ത് റാണിമുട്ടയാകുന്നത്. ഇപ്പം ഇതിൻ്റെ ഒത്തിരി നമുക്ക് ചിലപ്പോൾ ഒരു കൂട്ടിൽ തന്നെ ഒരുപാട് റാണിമുട്ടയുണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ആദ്യത്തെ 2ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം തന്നെ ഈ ഒത്തിരിയുള്ള അധികമായിട്ടുള്ള റാണിമുട്ടകളെ നമ്മൾ കുത്തിയെടുത്ത് കളയുക. താഴോട്ടുള്ള 1 അല്ലെങ്കിൽ 2 റാണിമുട്ട മാത്രം നിർത്തുകയാണെങ്കിൽ ഇഷ്ടംപോലെ റോയൽ ജെല്ലി കൊടുക്കും. അതിൽ വിരിയുന്ന ഒരെണ്ണം മതി വിരിയുന്ന റാണി ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ
റാണിയെ വിരിയിക്കാൻ ശ്രമിക്കുക. കൂടുതൽ റാണിയെ വിരിയിക്കുന്നവർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. അവർ വിരിയിച്ചോട്ടെ. പക്ഷേ നല്ല പെർഫോമൻസ് ഉണ്ടാകണമെങ്കിൽ ഈ റാണി ഈച്ച നല്ലപോലെ മുട്ടയിടണം. 1000-1500 അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നല്ല ബെറ്ററായ റാണിയെ ഉൽപ്പാദിപ്പിക്കണം. അതിനുള്ളൊരു മാർഗ്ഗമാണ് ഇപ്പം പറഞ്ഞത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എല്ലാവരും കണ്ടല്ലോ. ഇത് നല്ലൊരു റാട്ടാണ്. ഇത് എല്ലാ സ്റ്റേയും ഉണ്ട്. ഇത് സമാധി. ഇതിൻ്റെ അകത്ത് വെള്ള നിറത്തിൽ കാണുന്ന വളഞ്ഞ പുഴു, തീരെ പൊട്ടായിട്ടുള്ളത് 1 ദിവസം പ്രായമായ. ഒന്നുകൂടെ ഒരു അടയാളം കാണിക്കാം. കോഫിയാവോ? എടുത്തു കുഴിയെടുത്തു. ഇങ്ങനെ സാവകാശം ഉയർത്തും. തേനീച്ച അറിയരുത് നമ്മൾ ഇത് ഉയർത്തുന്നത്. നമ്മൾ ഒരടയുടെ എടുത്തു. ഇതും പുതിയ അടയാണ്, നമുക്ക് പിരിക്കാവുന്നതാണ്. ഞാൻ റാണിയൊന്നും നോക്കുന്നില്ല, ഇത് കാണിക്കാൻ വേണ്ടി. കണ്ടോ, ഈ അടച്ചതെല്ലാം സമാധി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുമക്കളുണ്ട്. ഇവിടെ കാണുന്നത് പൂമ്പടി. ഇതിൻ്റെ മുകളിലോട്ട് തേന്, താഴെ അതിൻ്റെ അറകൾ. അത്രയേ ഉള്ളൂ. താഴോട്ടുള്ളതാണ് കുഞ്ഞ് നൂൽമുട്ട. അതിൻ്റെ ഇടയ്ക്ക് അടയ്ക്കാത്ത സമാധിയുണ്ട്. അടയ്ക്കാത്ത മുട്ടകളുണ്ട്. അത് വളഞ്ഞ പുഴുവാണ്. അതിൻ്റെ അത് ചെറിയ നൂൽമുഴുകളുണ്ട്. ആ നൂൽപ്പുഴുക്കളാണ് ശരിക്കും റോയൽ കൊടുത്ത് പുതിയ റാണി അറകളായി മാറുന്നത്. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.